നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ്, ഫോറക്സ് ട്രേഡിംഗ്, ക്രിപ്റ്റോ കറൻസി ഈ 3 ടോപ്പിക്കുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളാണ്. ഈ 3 ടോപ്പിക്കുകളും ഓരോ പ്ലേലിസ്റ്റുകളായിട്ട് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം മുതലേ കാണുക, ആദ്യത്തെ വീഡിയോ മുതലേ കണ്ട് ഫോളോ ചെയ്യുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമായിരുന്നു. എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ ഓഫുകളുണ്ട്, അതായത് വൈകുന്നേരം സ്ക്വയർ ഓഫുകളുണ്ട്. ബ്രോക്കർ മാർക്കറ്റിന്റെ ടൈം കഴിയുമ്പോൾ, ട്രേഡിങ്ങിന്റെ ടൈം കഴിയുമ്പോൾ നിങ്ങളുടെ പൊസിഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് സ്ക്വയർ ഓഫ് ചെയ്യുന്ന ഒരു പ്രക്രിയ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അതുപോലെ എന്തെങ്കിലും ഫോറക്സ് ട്രേഡിങ്ങിലുണ്ടോ? ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പൊസിഷൻസ് എക്സിറ്റ് ആവുമോ? എക്സിറ്റ് ആയി പോയവർ ചോദിച്ച സംശയം തന്നെയാണിത്. ഇതെങ്ങനെയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് എക്സിറ്റ് ആയി പോകുന്നത്? നമ്മുടെ പൊസിഷൻസ് നമ്മുടെ എക്സിറ്റ് ആവാതെ തന്നെ, അതായത് ഫോറക്സ് ട്രേഡിംഗ് 24 അവർ മാർക്കറ്റ് ആണെന്ന് പറയുന്നുണ്ട്, എന്നിട്ടും എങ്ങനെയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് പൊസിഷൻ എക്സിറ്റ് ആയി പോകുന്നത്? അതിനുള്ള കാരണം എന്താണെന്ന് ഇന്നത്തെ വീഡിയോ കാണുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാകും. അതെങ്ങനെ ഒഴിവാക്കാം, അതിനെന്തൊക്കെ നിങ്ങൾ ക്രമീകരണങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഓരോ ട്രേഡ് എടുക്കുമ്പോൾ, ഇത്തരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വളരെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്താണ് അറിയേണ്ടത്? മാർജിൻ എന്താണെന്ന് അറിയണം, ഫ്രീ മാർജിൻ എന്താണെന്ന് അറിയണം, മാർജിൻ കോൾ എന്താണെന്ന് അറിയണം, സ്റ്റോപ്പ് ഔട്ട് ലെവലുകൾ എന്താണെന്ന് അറിയണം. ഇതൊക്കെ എന്താണ് ഈ വീഡിയോ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. മാർജിൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ അറിയാം. അതായത് ഇത്ര ലിവറേജ് ഉള്ളപ്പോൾ 1:500 ലിവറേജ് ഉണ്ടെങ്കിൽ എത്ര മാർജിൻ കിട്ടും, അല്ലെങ്കിൽ എത്ര മാർജിനാണ് അവിടെ വേണ്ടത്, 1:100 ആണെങ്കിൽ എത്ര മാർജിനാണ് വേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്കറിയാം. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളത് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ, ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അതിൻ്റെ ഒരു ബാക്കി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വീഡിയോ പോകുന്നത്. മാർജിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ വീഡിയോ ആദ്യം പോയിട്ട് കാണുക. ഈ മാർജിൻ കോൾ എന്താണ്, സ്റ്റോപ്പ് ഔട്ട് ലെവൽ എന്താണെന്നൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറഞ്ഞുതരാം. എന്താണ് മാർജിൻ കോൾ? നമ്മുടെ മാർജിന് ഒരു പരിധി കഴിഞ്ഞ് വീണ്ടും താഴേക്ക് പോകുമ്പോൾ ബ്രോക്കറുടെ ഭാഗത്തു നിന്നുള്ള ഒരു വാർണിംഗ് സിഗ്നൽ ആണിത്. എന്താണ് ബ്രോക്കർ പറയുന്നത്? ഒന്നിക്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് കൂടുതൽ പൈസ ആഡ് ചെയ്യുക, ഈ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടുതൽ പൈസ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ ഉള്ള പൊസിഷൻസ് നിങ്ങൾ എക്സിറ്റ് ആയേക്കുക. അങ്ങനെ ഒരു വാർണിംഗ് ആണ് ഈ മാർജിൻ കോൾ എന്ന് പറയുന്നത്. ഒരു വാർണിംഗ് ലെവലാണ്. സ്റ്റോപ്പ് ഔട്ട് എന്താണ്? സ്റ്റോപ്പ് ഔട്ട് ആണ് നിങ്ങൾക്ക് എല്ലാ സംശയമുള്ള ലെവല്. സ്റ്റോപ്പ് ഔട്ട് ലെവലാണത്. എന്താണത്? ഒരു നിശ്ചിത ശതമാനം എത്തുമ്പോൾ, അത് ഓരോ ബ്രോക്കർക്കും ഓരോ പെർസെൻറ്റേജ് ആയിരിക്കും. ആ ഒരു പെർസെൻറ്റേജ് സ്റ്റോപ്പ് ഔട്ട് ലെവൽ എത്തുമ്പോൾ നിങ്ങളുടെ ട്രേഡ് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആയി പോകാൻ തുടങ്ങും. നിങ്ങളുടെ ട്രേഡ് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആയി പോകാൻ തുടങ്ങും. അപ്പോൾ എന്തുകൊണ്ടാണത്? ഏതൊക്കെയാണ് ആ ലെവൽ? എങ്ങനെയാണ് ആ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? സ്ക്രീനിലേക്ക് പോയിട്ട് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും മാർജിൻ കോൾ എന്താണ്, സ്റ്റോപ്പ് ഔട്ട് ലെവൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നേരെ സ്ക്രീനിലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഫ്രീ മാർജിൻ കാൽക്കുലേഷൻ ആണ്. ഫ്രീ മാർജിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ബാലൻസ് ഇവിടെ എക്സാമ്പിളിന് എടുക്കുന്നു $1000. ഇത് വെറും എക്സാമ്പിൾ ആണ്. $1000 ആണ് ബാലൻസ്. ലിവറേജ് എത്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 1:100 ആണ്. അപ്പോൾ 1:100 ലിവറേജ് വരുമ്പോൾ മാർജിൻ റിക്വയർമെൻറ്റ് എത്രയായിരിക്കും എന്നുള്ളത് കഴിഞ്ഞ വീഡിയോകൾ കണ്ടവരാണെങ്കിൽ അറിയാം. 1% ആണ്. 1:100 ലിവറേജ് മാർജിൻ റിക്വയർമെൻറ്റ് 1% ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ട്രേഡിൽ എൻട്രി എടുക്കുന്നു, ലോങ് എൻട്രി എടുക്കുന്നു, അതായത് ബൈ ചെയ്യുന്നു. 10,000 USD എന്ത് ചെയ്യുന്നു? 1.50 എന്നുള്ള ആ ഒരു പ്രൈസിന്, ഈ കാണുന്ന ഒരു പ്രൈസിന് ബൈ ചെയ്യുന്നു. 10,000 ആണ്. 10,000 യൂണിറ്റ് USD നമ്മൾ ബൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ ട്രാൻസാക്ഷൻ ടോട്ടൽ എത്രയാണ്? 10,000 ഇൻറ്റു ഈ ഒരു പ്രൈസാണ്. 10,000 ഇൻറ്റു ഈ ഒരു പ്രൈസാണ്. അത് എത്ര വരും? $15,000 വരും. $15,000 ആണ് അവിടെ ടോട്ടൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്രയാണ് മാർജിന് വേണ്ടത്? അതായത് ഈ ഒരു ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി നമ്മുടെ അക്കൗണ്ടിൽ എത്രയാണ് മാർജിന് വേണ്ടത്? 1% ആണ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മാർജിന് വേണ്ടത്? റിക്വയർഡ് മാർജിൻ എത്രയാണ്? ഈ 15,000ൻ്റെ 1% ആണ്. അതായത് $150 എന്താണ് നമ്മുടെ ബാലൻസിൽ നിന്ന് നമുക്ക് മാർജിനാണ്. $150 നമ്മുടെ ഈ ബാലൻസിൽ നിന്ന് $150 എന്താണ്? റിക്വയർഡ് ആയിട്ടുള്ള മാർജിനാണ്. 15,000 ആണ് ടോട്ടൽ ട്രാൻസാക്ഷൻ. അതിനപ്പോൾ എത്രയാണ് മാർജിനായിട്ട് നമുക്ക് വേണ്ടത്? $150 ആണ്. അതെന്ത് ചെയ്യുക? രണ്ട് തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നുകിൽ ഈ 15,000ൻ്റെ 1% വെക്കാം, അല്ലെങ്കിൽ എന്താണ്, ഈ 15,000 ബൈ ലിവറേജ്, 15,000 ബൈ ലിവറേജ് നോക്കിയാലും നമുക്ക് എത്രയാണ് റിക്വയർഡ് മാർജിൻ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് റിക്വയർഡ് മാർജിൻ ഈ ഒരു ട്രേഡിൽ നമുക്ക് എൻട്രി എടുക്കുമ്പോൾ, ലോങ് എൻട്രി എടുക്കുമ്പോൾ, അതായത് ഈ ലിവറേജ് 1:100 ലിവറേജ് വെച്ചിട്ട് 1:100 ലിവറേജ് വെച്ചിട്ട് 10,000 USD ഈ ഒരു പ്രൈസിന് വാങ്ങണമെങ്കിൽ
നമുക്കവിടെ $150 മാർജിൻ റിക്വയർമെൻ്റ് ഉണ്ട്. $150 എന്താണ്? മാർജിൻ റിക്വയർമെൻ്റ് ആണ്. ഒരു കണ്ടീഷൻ നോക്കി, ഇനി നമ്മുടെ പ്രൈസ്, അതായത് ഈ ഒരു പ്രൈസ്, നമ്മുടെ എൻട്രി എടുത്ത് ഈ ഒരു പ്രൈസ് എന്താണ്? താഴോട്ട് പോയി ഇത്രയാകുകയാണ്. എത്രയാകുകയാണ്? 1.49050 ഇത്രയാകുകയാണ്. 1.50000 ആ ഒരു പ്രൈസ് എന്നുള്ളത് 1.49050 എന്നുള്ള പ്രൈസിലേക്ക് താഴേക്ക് വീഴുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ലോങ് എൻട്രി ആണല്ലോ അവിടെ എടുത്തത്. അപ്പോൾ പ്രൈസ് താഴേക്ക് വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നഷ്ടമായിരിക്കും. എത്രയാണ് നമുക്ക് അവിടെ വരുന്ന നഷ്ടം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു പ്രൈസിൽ നിന്ന് ഈ ഒരു പ്രൈസ് കുറക്കുക. ആ ഒരു ഡിഫറൻസ് കണ്ടാൽ നമുക്ക് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഡിഫറൻസ് എത്രയാണ്? എത്ര പോയിൻ്റാണ് താഴേക്ക് വീണിരിക്കുന്നത്? നോക്കിയേ. ഈ ഒരു പ്രൈസിൽ നിന്ന്, നമ്മുടെ എൻട്രി പ്രൈസിൽ നിന്ന് ഇപ്പോൾ ഉള്ള നിലവിലെ ആ പ്രൈസ് കുറക്കുന്നു. കിട്ടിയത് എത്രയാണ്? 0.00950 ആണ്. 0.00950 ആണ്. അപ്പോൾ ഇത്രയും എന്താണ്? നമുക്ക് നഷ്ടമാണ്. ഈ ഒരു പോയിന്റ് എത്രയാണ്? നമുക്ക് നഷ്ടമാണ്. ആ ഒരു പോയിൻ്റാണ് നമുക്ക് നഷ്ടം. അപ്പോൾ അത് എത്ര ഡോളറാണ് നമുക്ക് അവിടെ നഷ്ടം വരുന്നത്? ആ ഒരു പ്രൈസിലുള്ള ആ ഒരു വ്യത്യാസമാണ്. ഇത് പ്രൈസിലുണ്ടായിരിക്കുന്ന ആ ഒരു നഷ്ടമാണ് നമുക്ക് ഈ ഒരു നമ്പർ കാണുന്നത്. അപ്പോൾ എത്ര ഡോളറാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളതെന്ന് കാണാൻ എന്ത് ചെയ്യുക? എത്ര ഡോളറിൻ്റെ ആയിരുന്നു നമ്മളെ ടോട്ടൽ ട്രാൻസാക്ഷൻ ഉള്ളത്? $15,000 ടോട്ടൽ ട്രാൻസാക്ഷൻ ആയിരുന്നു. നഷ്ടം വന്നിരിക്കുന്നത് എത്രയാണ്? ഈ ഒരു പോയിൻ്റാണ് നഷ്ടം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന ടോട്ടൽ നഷ്ടം കാണാം. ഡോളറിലുള്ള ടോട്ടൽ നഷ്ടം കാണാൻ എന്ത് ചെയ്യുക? ഈ 15,000-നെ അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ ടോട്ടലിനെ എന്ത് ചെയ്യുക? നമുക്കുണ്ടായിരിക്കുന്ന ആ ലോസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് എത്രയാണ് ഇവിടെ ലോസ് ഡോളറിൽ, അതായത് ഡോളറിൽ എത്ര ഡോളർ നമുക്കിവിടെ ലോസ് ആയിട്ടുണ്ടെന്ന് കാണുന്നു. എത്ര ഡോളർ അവിടെ നമുക്ക് ലോസായി? $142.5 നമുക്കവിടെ ലോസാണ്. ഈ ട്രേഡിൽ നമുക്ക് ലോസ് എത്രയാണ്? $142.5 ആണ്. അപ്പോൾ ഇനി എന്താണ്? ഇനി ട്രേഡ് ചെയ്യാൻ എത്രയാണ് നമുക്ക് അവൈലബിൾ? അതായത് ഫ്രീ മാർജിൻ എത്രയാണ്? ഇനി ട്രേഡ് ചെയ്യാനുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർജിൻ എത്രയാണെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇക്വിറ്റി, അതായത് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ബാലൻസ്, നമ്മുടെ ഇപ്പോൾ ഉള്ള ബാലൻസ് എന്ത് ചെയ്യുക? നമ്മുടെ മാർജിൻ റിക്വയർമെൻറ്റ് കുറക്കുക. നോക്കിയേ, $1,000 എന്താണ്? നമ്മുടെ ഇനീഷ്യൽ ബാലൻസ് ആണ്. അതിൽ നിന്ന് എന്താണ്? 142.5 നമുക്കിവിടെ ലോസായി. അപ്പോൾ ആ ലോസ് നമ്മൾ കുറച്ചാൽ എന്താണ്? ഇപ്പോൾ ഉള്ള നമ്മുടെ ബാലൻസ് കിട്ടും. എങ്ങനെ? $1,000 നിന്ന് നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ലോസ് കുറച്ച് കഴിഞ്ഞാൽ നിലവിലെ നമ്മുടെ ഇക്വിറ്റി കിട്ടും. അതായത് നിലവിലെ നമ്മുടെ ബാലൻസ് കിട്ടും. അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ 1% എന്താണ്? എപ്പോഴും മാർജിൻ റിക്വയർമെൻ്റ് ആണ്. ട്രേഡിൽ എൻ്റർ ചെയ്യാൻ ഈ 1% എപ്പോഴും മാർജിൻ റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മുടെ മാർജിൻ റിക്വയർമെൻ്റ് ആയിട്ടുള്ള 1% കുറച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ കിട്ടുന്ന നമ്പറാണ് നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇനി അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ മാർജിൻ എന്ന് പറയുന്നത്. നോക്കാം, മുന്നറിയിപ്പ് വരുന്ന ലെവൽ, അതായത് ഈ മാർജിൻ കോൾ ലെവൽ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. മാർജിൻ ലെവലുകൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഈ മാർജിൻ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാം? അതിനുള്ള ഇക്വേഷൻ നോക്കിക്കേ. മാർജിൻ ലെവൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇക്വിറ്റി ബൈ മാർജിൻ ഇൻറ്റു 100. ഇക്വിറ്റി ബൈ മാർജിൻ ഇൻറ്റു 100 എന്നാണ് ഈ മാർജിൻ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുക. നമ്മുടെ നേരത്തെ അതേ എക്സാമ്പിളാണ്. നോക്കിയേ, ബാലൻസ് $1,000 അതാണ് ഈ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് ആണ്. ബാലൻസ് $1,000, അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ് $1,000. യൂസ് ചെയ്തിരിക്കുന്ന മാർജിൻ നേരത്തെ പറഞ്ഞ നമ്മളെ 1% $150. അപ്പോൾ മാർജിൻ ലെവൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നോക്കിയേ, 1000, അതായത് ഇക്വിറ്റി ബൈ മാർജിൻ, അതായത് 1000 ബൈ ഈ 150 ഇൻറ്റു 100. 1000 ബൈ 150 ഇൻറ്റു 100 എത്രയാണ്? ഇതാണ് നിങ്ങളുടെ മാർജിൻ ലെവൽ. ഇതാണ് നിങ്ങളുടെ ആ ഒരു മാർജിൻ ലെവൽ എന്ന് പറയുന്നത്. നിലവിൽ നിങ്ങളുടെ മാർജിൻ ലെവൽ എത്രയാണ്? ഇത്രയാണ്. 666.66% ആണ് നിങ്ങളുടെ മാർജിൻ ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ എന്താ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്? ഇത് എത്ര മുകളിലേക്ക് പോകുന്നു, അതായത് 700 800 1000 എത്ര എങ്ങനെ മുകളിലേക്ക് പോകുന്നു, അത്രയും എന്താണ് നിങ്ങളുടെ ഈ സ്റ്റോപ്പ് ഔട്ട് ലെവൽ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറയും. ഈ മാർജിൻ ലെവൽ എത്ര മുകളിലേക്ക് പോകുന്നോ അത്രയും എന്താണ് ആ സ്റ്റോപ്പ് ഔട്ട് ലെവൽ ഹിറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആയി പോകാനുള്ള ചാൻസുകൾ ഈ മാർജിൻ ലെവൽ കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. അപ്പോൾ നിലവിലെ മാർജിൻ ലെവൽ എത്രയാണ്? ഇത്രയാണ്. മാർജിൻ കോൾ പെർസെൻറ്റേജ്, ഇതാണ് എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞ മുന്നറിയിപ്പിനുള്ള ആ ഒരു ലെവൽ. ഇത് ഞാനിപ്പോൾ 100% പറയുന്നത് IC മാർക്കറ്റ്സിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ്. IC മാർക്കറ്റ്സിൻ്റെ മാർജിൻ കോൾ ലെവൽ എത്രയാണ്? 100% ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്?
നിങ്ങളുടെ ഈ മാർജിൻ ലെവൽ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ മാർജിൻ ലെവൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. ഇക്വിറ്റി ബൈ മാർജിൻ ഇൻറ്റു 100 ആണ്. ഈ മാർജിൻ ലെവൽ ഈ ഒരു പെർസെൻറ്റേജ് ഇപ്പോൾ ഈ 666.66 പെർസെൻറ്റേജ് 100% എത്തുകയാണെങ്കിൽ ഈ IC മാർക്കറ്റ്സ്, അതായത് ഈ ബ്രോക്കർ എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു വാണിംഗ് തരും. നമ്മൾ നേരത്തെ പറഞ്ഞ മാർജിൻ കോൾ വാണിംഗ്, ആ വാണിംഗ് നിങ്ങൾക്ക് തരും. എപ്പാണ് ഈ ബ്രോക്കർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലെവൽ എത്രയാണ്? 100% ആണ്. ഈ 666 എന്നുള്ള ഈ ഒരു പെർസെൻറ്റേജ് മാറി 100% വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് അപ്പോൾ തന്നെ കിട്ടാൻ തുടങ്ങും. ഇനി നിങ്ങളൊരു കേസ് നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു കേസ് നോക്കിയേ, ലോസ് നമുക്ക് $850 നിങ്ങൾക്ക് അവിടെ ലോസ് ആയി എന്ന് വിചാരിക്കുക. $850 നിങ്ങൾക്ക് അവിടെ ലോസ് ആയി. നിങ്ങൾ എടുത്ത ട്രേഡിൽ നിങ്ങൾക്ക് $850 ഒരു ലോസ് ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത മാർജിൻ ലെവൽ എത്രയാണ്? ഒരു ട്രേഡിൽ ലോസ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മാർജിൻ ലെവലും അവിടെ അപ്ഡേറ്റ് ആവും. നിങ്ങൾക്ക് ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആ മാർജിൻ ലെവലും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ മാർജിൻ ലെവൽ ആദ്യം എത്രയായിരുന്നു? 666.66 ആയിരുന്നു മാർജിൻ ലെവൽ. അപ്പോൾ എന്താണ്, നിങ്ങൾ എടുത്തിയ ട്രേഡിൽ നിങ്ങൾക്ക് $850 നിങ്ങളിപ്പോൾ ലോസിൽ നിൽക്കുകയാണ്. $850 ലോസിൽ നിങ്ങളിപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള മാർജിൻ ലെവലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 1000 എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യമുള്ള ഇനീഷ്യൽ ആയിട്ടുള്ള ബാലൻസ് ആണ്, അത് ഇക്വിറ്റിയാണ്. 1000 നിന്ന് നിങ്ങളുടെ ലോസ് കുറക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ 150 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1000 നിന്ന് നിങ്ങളുടെ ലോസ് കുറക്കുന്നു. അപ്പോൾ 1000 നിന്ന് 850, അത് 850 കുറച്ചാൽ എത്ര? 150 ആണ്. 150/150 ഇൻറ്റു 100. 150/150 എത്രയാണ്? 1 ആണ്. 1 ഇൻറ്റു 100 എത്രയാണ്? 100 ആണ്. 100%. എന്താണ് 100%? മാർജിൻ കോൾ ലെവലാണ് IC മാർക്കറ്റ്സിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് $850 നഷ്ടമായപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? 100%, അതായത് IC മാർക്കറ്റ്സിൻ്റെ മാർജിൻ കോൾ ലെവലായ 100% നിങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ട്രേഡ് $850 ലോസിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? മാർജിൻ കോൾ ലഭിക്കും. എന്താണ് മാർജിൻ കോൾ? നിങ്ങൾ ഒന്നിക്കിൽ ഫണ്ട് ആഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഈ ന്യൂ മാർജിൻ ലെവൽ 100% മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ന്യൂ മാർജിൻ ലെവൽ 100% മുകളിലേക്ക് കൊണ്ടുപോകാൻ ഒന്നിക്ക് നിങ്ങൾ ഫണ്ട് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഉള്ള ട്രേഡ് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സിറ്റ് ചെയ്യുക. ഇപ്പോൾ ലോസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രേഡുകൾ ഓരോന്നായിട്ട് എക്സിറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് വരും. അപ്പോൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു, $850 മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. ഇനി എന്താണ്? എപ്പോഴാണ് നിങ്ങളുടെ ട്രേഡ് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആയി പോകുന്നത് എന്ന് അറിയണം. നോക്കിക്കോ, ഈ സ്റ്റോപ്പ് ഔട്ട് ലെവൽ, ഈ ഒരു ലെവൽ എത്രയാണെന്ന് അറിയണം. $850 ആണ് നിങ്ങൾക്ക് ഇവിടെ ലോസ് വന്നിരിക്കുന്നത്. IC മാർക്കറ്റ്സിൻ്റെ സ്റ്റോപ്പ് ഔട്ട് ലെവൽ എത്രയാണ്? 50% ആണ്. IC മാർക്കറ്റ്സിൻ്റെ സ്റ്റോപ്പ് ഔട്ട് ലെവൽ 50% ആണ്. മാർജിൻ കോൾ 100% ആണ്. അപ്പോൾ ഈ 50% സ്റ്റോപ്പ് ഔട്ട് ലെവൽ എന്നുള്ള മീനിങ് എന്താണ്? ന്യൂ മാർജിൻ ലെവൽ. അതായത് ഇതിൽ നിന്ന് ഈ $850 നിങ്ങളുടെ ലോസ് കൂടുകയാണ്. അതായത് നിങ്ങൾ പിന്നെയും നഷ്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ ന്യൂ മാർജിൻ ലെവൽ അവിടെ അപ്ഡേറ്റ് ആവുമല്ലോ. അങ്ങനെ അപ്ഡേറ്റ് ആയി ഈ 100% എന്നുള്ളത് 50% എത്തുകയാണെങ്കിൽ, അപ്പോൾ ആദ്യം എത്രയായിരുന്നു? 666% മാർജിൻ ലെവലുള്ളത് 100% വന്നു. അവിടുന്ന് പിന്നെയും അവിടെ ഈ 100% എത്തിയപ്പോൾ എന്താണ്? മാർജിൻ കോൾ ലഭിക്കുന്നു. 50% എത്തുമ്പോൾ ഓർഡറുകൾ എക്സിറ്റ് ആയി പോകുന്നു. എങ്ങനെയാണ് അത് എക്സിറ്റ് ആകുക? അത് പ്രയോറിറ്റി വെച്ചിട്ടാണ്. അതായത് ഏറ്റവും വലിയ ലോസിലുള്ള ട്രേഡ് ഏതാണ്, അത് ആ ഒരു പൊസിഷൻ ആദ്യം എക്സിറ്റ് ആകും. പിന്നെ എന്താണ്? അതിന് തൊട്ട് താഴെയുള്ള പൊസിഷൻ പിന്നെ എക്സിറ്റ് ആകും. പിന്നെ എന്താണ്? അതിലും തൊട്ട് താഴെ, അതിലും ചെറിയ പൊസിഷൻ എക്സിറ്റ് ആകും. അങ്ങനെ പ്രയോറിറ്റി വെച്ചിട്ടാണ് എക്സിറ്റ് ആകുക. ഏറ്റവും വലിയ നഷ്ടത്തിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ടിരിക്കുന്ന പൊസിഷൻ ആദ്യം എക്സിറ്റ് ആവുന്നു. പിന്നെ എന്താണ്? അതിലും കുറച്ച് ചെറിയ പൊസിഷൻ എക്സിറ്റ് ആവുന്നു. അതിനുശേഷം അതിലും തൊട്ട് താഴെയുള്ള പൊസിഷൻ എക്സിറ്റ് ആവുന്നു. അങ്ങനെയാണ് ഈ എക്സിറ്റ് ആവൽ നടന്നുകൊണ്ടിരിക്കുക, ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും അത് എക്സിറ്റ് ആവാൻ തുടങ്ങുക? നിങ്ങൾ നോക്കി, ഇവിടെ എത്രയായിരിക്കും? ഇവിടെ ഇപ്പം എന്താണ്? 100% ഉണ്ട്. ഇപ്പം 100% ഉണ്ട്. ഒരു എക്സാമ്പിൾ വിചാരിക്കുക, ഈ ലോസ് എന്ന് പറയുന്നത് ഒരു $925 എത്തിയെന്ന് വിചാരിക്കുക. ഒരു $925 ഈ ലോസ് എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഈ 1000 നിന്ന് ഈ 850 പകരം മാറിയിട്ടുണ്ടാകും 925 കുറക്കണം. അപ്പോൾ 1000 നിന്ന് 925 കുറക്കുമ്പോൾ എത്രയാണ്? 75. അപ്പോൾ ഈ 150 മാറിയിട്ട് ഇവിടെ 75 ആകും. 75/150. 75/150 എത്രയാണ്? 0.5 അല്ലേ, അഥവാ 1/2 അല്ലേ. 75/150 1/2 ആണ്. 1/2 ഇൻറ്റു 100 എത്രയാണ്? 50% ആണ്. 1/2 ഇൻറ്റു 100 എത്രയാണ്? 50% ആണ്. അപ്പോൾ ആ 50%ൻ്റെ ആ ഒരു ലെവൽ, സ്റ്റോപ്പ് ഔട്ട് ലെവൽ അവിടെ മെറ്റാകും. എപ്പോൾ?
$925 നിങ്ങളുടെ ലോസ് പോവുകയാണെങ്കിൽ ഈ 50% എന്നുള്ള സ്റ്റോപ്പ് ഔട്ട് ലെവൽ മെറ്റായിട്ട് നിങ്ങളുടെ പൊസിഷനുകൾ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എക്സിറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് മാർജിൻ കോളുകളും സ്റ്റോപ്പ് ഔട്ട് ലെവലുകളും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളോട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സ്റ്റോപ്പ് ഔട്ട് ലെവലുകൾ, മാർജിൻ കോൾ ഇത് ഓരോ ബ്രോക്കർക്കും എത്രയൊക്കെ പെർസെൻറ്റേജ് ആണ് എന്ന് അറിയാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകളിൽ തീർക്കാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാം. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, പേഴ്സണലായിട്ട് ചോദിക്കാം. ഡിസ്ക്രിപ്ഷനിൽ പോവുക, ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.